Good morning to all. Myself, Sajina K, student of MTech Structural Engineering and Construction Management. Here I am going to take a section on structural design of foundation. My topic is structural design of raft foundation and combined footing. First one, raft foundation. This is the figure of raft foundation. Raft foundation is a continuous concrete slab, or it is a slab beam system. ഒരു സ്ലാബ് ബീം സിസ്റ്റം ആണ്. അത് സോയിലും റോക്കിലും ആണ് റെസ്റ്റ് ചെയ്യുന്നത്. Supporting all the loads through a number of columns or walls. അത് വാളിൽ നിന്നും കോളത്തിൽ നിന്നും എല്ലാം വരുന്ന ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. RCC flat slab is provided below the footing for the supporter. RCC flat slab ഫൂട്ടിങ്ങിന് അടിയിലായിട്ട് പ്രൊവൈഡ് ചെയ്യും, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. സപ്പോർട്ടിന് വേണ്ടി RCC ഫ്ലാറ്റ് സ്ലാബ് എപ്പോഴും ഫൂട്ടിങ്ങിന് അടിയിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഡ്യൂ ടു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ലോഡോട് ഉണ്ടാകുന്ന ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിനെ അവോയ്ഡ് ചെയ്യാനും റാഫ്റ്റ് ഫൗണ്ടേഷന് കഴിയും. Raft foundation normally found where soil have a low bearing capacity. ലോ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലായിരിക്കും നോർമലി നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. റാഫ്റ്റ് ആർ ഡിസൈൻഡ് ആസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലാറ്റ് സ്ലാബ്. റാഫ്റ്റ് നമ്മൾ എപ്പോഴും ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലാറ്റ് സ്ലാബായിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. If the center of gravity of the raft coincides with the centroid of the raft, the upward load is regarded as a uniform pressure equal to the downward load. റാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റാഫ്റ്റിൻ്റെ സെൻട്രോയിഡായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് ലോഡും ഡൗൺവേർഡ് ലോഡും ഈക്വൽ ആയിരിക്കും. വെയ്റ്റ് ഓഫ് ദ റാഫ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈനിൽ റാഫ്റ്റിൻ്റെ വെയ്റ്റിന് ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് റാഫ്റ്റിൽ ഫസ്റ്റ് വൺ ആണ് പ്ലെയിൻ സ്ലാബ് ഫ്ലാറ്റ്. അതിൻ്റെ ഫിഗറാണ് കിടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കോൺക്രീറ്റ് സ്ലാബാണ്. അതിന് വിത്ത് ഓർ വിത്തൗട്ട് പെഡസ്റ്റൽസ് ആയിരിക്കും. രണ്ടാമത്തേതാണ് ബീം ആൻഡ് സ്ലാബ് റാഫ്റ്റ്. അതിന് ഒരു ഡൗൺ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു അപ്പ് സ്റ്റാൻഡിങ് ബീം ഉണ്ടായിരിക്കും. ഈ ഡൗൺ സ്റ്റാൻഡിങ് ഒരു ഹസാർഡസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അപ്പ് സ്റ്റാൻഡ് ബീം ഈസ് കോമ്പാക്റ്റഡ് വിത്ത് ഗ്രാനുലാർ മെറ്റീരിയൽ ആൻഡ് ബിറ്റ്വീൻ ദ ബീംസ് ആൻഡ് കവേർഡ് വിത്ത് മാസ് കോൺക്രീറ്റ് ആയിരിക്കും. ഈ ഡൗൺ സ്റ്റാൻഡ് ബീം മിക്കപ്പോഴും ഈ വെള്ളത്തിൻ്റെ എൻട്രി റെസിസ്റ്റ് ചെയ്യും ഈ ഡൗൺ സ്റ്റാൻഡിങ് ബീംസ് എപ്പോഴും. അതാണ് ബീം ആൻഡ് സ്ലാബ് റാഫ്റ്റ്. മൂന്നാമത്തെ സി എന്ന് പറഞ്ഞാൽ സെല്ലുലാർ റാഫ്റ്റാണ്. അതെപ്പോഴും ഒരു വീക്കി സോയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡി എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് ഫൗണ്ടേഷനാണ്. ഇ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഫൗണ്ടേഷൻ. ഇത് രണ്ടും സാധാരണ ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അവസാനത്തേതാണ് പൈൽഡ് റാഫ്റ്റ്. പൈൽഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാഫ്റ്റ് പൈൽസിലായിരിക്കും സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോഡ് ഷെയറിങ്ങും ഇത് രണ്ടും കൂടെ ആയിരിക്കും ലോഡ് ഷെയർ ചെയ്യുന്നത്. അതോടുകൂടി തന്നെ സെറ്റിൽമെൻറ്റും ഇത് റെഡ്യൂസ് ചെയ്യും. അതാണ് ടൈപ്സ് ഓഫ് റാഫ്റ്റ്. നെക്സ്റ്റ് വന്ന് സ്ട്രക്ചറൽ ഡിസൈൻ ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ബേസിക്കലി രണ്ട് അപ്രോച്ചസാണ് നമ്മൾ റാഫ്റ്റിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിജിഡ് ഫൗണ്ടേഷൻ അപ്രോച്ച്. ഈ റിജിഡ് ഫൗണ്ടേഷൻ അപ്രോച്ചിൽ അതൊരു എംപിരിക്കൽ അപ്രോച്ചാണ്. നമ്മൾ നേച്ചർ ഓഫ് സോയിലിനെ ഒരിക്കലും കൺസിഡർ ചെയ്യാറില്ല. അടുത്ത ഫ്ലെക്സിബിൾ ഫൗണ്ടേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതാണ് ഫ്ലെക്സിബിൾ ഫൗണ്ടേഷൻ അപ്രോച്ച്. ഇതിൽ നമ്മൾ നേച്ചർ ഓഫ് സോയിൽ കൺസിഡർ ചെയ്യുന്നു ബൈ ഇറ്റ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് നമ്മൾ ഡിസൈൻ കോൺസ്റ്റൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഫാക്ടർ ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് KR. അതെന്ന് പറഞ്ഞാൽ റാഫ്റ്റ് ആസ് എ ഹോൾ ബിഹേവ്സ്, അത് അക്കോർഡിംഗ് ടു ASI 336 1988 ബേസ് ചെയ്താണ്. അതെന്ന് പറഞ്ഞാൽ റാഫ്റ്റ് ആസ് എ ഹോൾ ബിഹേവ്സ് ആസ് എ റിജിഡ് ഓർ ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ഫൗണ്ടേഷൻ സോയിൽ. അപ്പോൾ റാഫ്റ്റ് ഒരു റിജിഡ് ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ റിജിഡ് സ്ട്രക്ചറായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അത് സ്ട്രക്ചറിൻ്റെയോ ഫൗണ്ടേഷൻ സോയിലിൻ്റെയോ റിലേറ്റീവ് സ്റ്റിഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
For a whole structure, Kr is equal to Ei by Es into B cube A, and for a rectangular beam or raft, Kr equal to E by 12 Es into D by B the whole cube. For a circular raft, Kr equal to E by 12 Es and into D by 2R the whole cube. For calculating EI, we have equation, and that is EI is equal to EIF into sigma EIB. EI equal to EIF plus sigma EIB plus sigma EAH cube by 12. Here EI in flexural rigidity, it is in kilogram per centimeter square. ES compressibility, modulus of compressibility. B in length of the section in the bending axis, it is in the centimeter, and A in length perpendicular to B, that is in centimeter. D is the thickness of the raft or beam in centimeter, and R is the radius of raft in centimeter. EIF എന്ന് പറഞ്ഞാൽ it is the rigidity of foundation, EIB is the rigidity of beam, A is the shear wall thickness, and H is the shear wall height. Next one, KRന്റെ വാല്യൂ 0.5-നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ റിജിഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല റിജിഡ് വിത്ത് ആൻഡ് റേഷ്യോ ഓഫ് ദി ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ടു ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫോർ കെയർ വാല്യൂ ഈസ് 0.5, റേഷ്യോ എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. കെയറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ റേഷ്യോ ഫോർ സ്ക്വയർ മാറ്റിന് 0.35ഉം റേഷ്യോ ഫോർ ലോങ് ഫൗണ്ടേഷനും 0.5 ആയിരിക്കും. നെക്സ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് പാരാമീറ്റർ, ദാറ്റ് ഈസ് ലാംഡ. ലാംഡയെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് KB/4AC into I the whole raised to 1/4, where K എന്ന് പറഞ്ഞാൽ modulus of completed reaction corrected for width B in kilometer per meter cube, and B is the breadth of the raft in meter, and EC is the modulus of elasticity of concrete, that is 5√FCK into 10⁶ kilonewton per meter square, and I എന്ന് പറഞ്ഞാൽ moment of inertia of raft in meter raised to 4, and LB is the length of the beam in meter. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ഡിസൈൻ ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ആണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലേറ്റീവ് റിജിഡിറ്റി ഓഫ് റാഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫൗണ്ടേഷൻ ഓഫ് സോയിലാണ്. മെത്തേഡ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ റിജിഡ് ബീം അനാലിസിസ്, ദാറ്റ് മീൻസ് ഒരു കൺവെൻഷണൽ മെത്തേഡ്, അതായത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് റിംഗ്ലർ മോഡൽ അനാലിസിസ് ആസ് പ്ലേറ്റ്സ് ഓർ ബീംസ് ഓൺ ഇലാസ്റ്റിക് ഫൗണ്ടേഷൻസ്. മൂന്നാമത്തേത് ആസ് പ്ലേറ്റ്സ് ഓൺ ബീംസ് ഓൺ ഇലാസ്റ്റിക് ഹാഫ് സ്പേസ്. And fourth one is closed form solutions by elastic theory. Fifth one is ACE simplified method of beams on elastic foundation, and sixth one is ACI method of plates on elastic foundation. ഫസ്റ്റ് വൺ കൺവെൻഷണൽ ഓർ റിജിഡ് മെത്തേഡ്. അതിനകത്ത് 3 കേസസാണ് പറയുന്നത്. അതിൽ കേസ് 1 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് സ്ലാബ് ആണ്. ഫ്ലാറ്റ് സ്ലാബ് ഓർ flat plate with regular layout of the column can be unlaced. അപ്പം ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വിത്ത് റെഗുലർ layout of column ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. When the ground settlement will not be large, when the loads and span obey the limitations for direct design of flat slab. Ground settlement കൂടുതലല്ല എന്നുണ്ടെങ്കിൽ load and span obey the limitations of direct design of flat slab. An edge beam or extension of slab is usually provided. രണ്ടാമത്തെ കേസാണ് equivalent frame analysis of flat slab. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സ്പാൻ ഈസ് ഡിഫർ മോർ ദാൻ 15% ഓഫ് ദ ഗ്രേറ്റർ സ്പാൻ ആണെങ്കിലോ, അല്ലെങ്കിൽ വേ ഓഫ് ദ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ 2-നെക്കാട്ടിയും കൂടുതലാണെങ്കിലോ, ആൻഡ് ദർ ആർ ലെസ് ദാൻ 3 rows ഓഫ് പാനൽസ് ഇൻ ദ 2 directions ആണെങ്കിലും മാത്രമേ നമ്മൾ ഇക്വലന്റ് ഫ്രെയിം അനാലിസിസ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ് മെത്തേഡ് എടുക്കത്തുള്ളൂ. ആ ഒരു മെത്തേഡ് എടുക്കത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും ഡയറക്റ്റ് ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് സ്ലാബ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തെ കേസാണ് ബീം ആൻഡ് സ്ലാബ് കൺസ്ട്രക്ഷൻ. If this construction is used when the thickness of slab becomes excessive for providing for rigidity. സ്ലാബിൻ്റെ തിക്നെസ് കൂടുതലാവുന്ന സമയത്ത് നമ്മൾ ബീം ആൻഡ് സ്ലാബ് കൺസ്ട്രക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ കൂടുതൽ റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ബീംസ് ആർ പ്രൊവൈഡഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ ടു ഗീവ് ദ റിജിഡിറ്റി ടു ദ സിസ്റ്റം. ബീം നമ്മൾ രണ്ട് ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യും റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡറി ബീം എപ്പോഴും നമ്മൾ മെയിൻ ബീമിൻ്റെ 1/3 സ്പാനിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. Slab overhang all around the main structure for better structural performance and also for resisting in flotation due to groundwater. നമ്മൾ സ്ലാബ് എപ്പോഴും all over the main structure overhang all around the main structure overhang ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ബെറ്റർ സ്ട്രക്ചറൽ പെർഫോമൻസ് തരുന്നുണ്ട്. അത് മാത്രമല്ല അത് ഫ്ലോട്ടേഷൻ ഡ്യൂ ടു ഗ്രൗണ്ട് വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഫൗണ്ടേഷനെ ഓരോ എലമെൻറ്റ്സ് ആയിട്ടായി കട്ട് ചെയ്യും. എന്നിട്ട് അതിന് ഓരോന്നിനായിട്ട് അനലൈസ് ചെയ്യും. അതിനെ നമ്മൾ എലമെൻ്റൽ അനാലിസിസ് എന്ന് പറയും. രണ്ടാമത്തേതാണ് റിംഗ്ലർ മോഡൽ അനാലിസിസ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. അതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡെപ്ത് റിക്വയർഡ് ഫ്രം പഞ്ചിങ് ഷെയർ ഈസ് കൺസിഡറേഷൻ. അപ്പം പഞ്ചിങ് ഷെയറിന് വേണ്ടിയുള്ള ഡെപ്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. അതാണ് സ്റ്റെപ്പ് 1 ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ കൺസിഡർ ദ ഹോൾ റാഫ്റ്റ് ആസ് എ സിംഗിൾ ബീം ഓൺ ഇലാസ്റ്റിക് ഫൗണ്ടേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ വിത്ത് ഓൾ കോളം ലോഡ്സ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് കപ്പിൾഡ് ടുഗദർ. ഫസ്റ്റ് നമ്മൾ എക്സ് ഡയറക്ഷനിൽ എടുക്കും. എന്നിട്ട് ഹോൾ റാഫ്റ്റിന് ഒരു സിംഗിൾ ബീം ഓൺ ഇലാസ്റ്റിക് ഫൗണ്ടേഷനായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓൾ കോളം ലോഡ്സ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് കപ്പിൾഡ് ടുഗദർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കും. മൊമെൻറ്റ് പെർ യൂണിറ്റ് വിഡ്ത്ത് കണ്ടുപിടിക്കും. അതെന്ന് പറഞ്ഞാൽ ബീം ഓൺ ഇലാസ്റ്റിക് ഫൗണ്ടേഷൻ എന്നുള്ള കൺസിഡറേഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ റീഇൻഫോഴ്സ് റിക്വയർഡ് ഇൻ ഈച്ച് റീജിയൻസും കണ്ടുപിടിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് തന്നെ വൈ ഡിറക്ഷനിലും ചെയ്യണം. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ മോർ ഡിഫൈൻഡ് അനാലിസിസ് കട്ട് ദ റാഫ്റ്റ് ഇൻ കൺവീനിയൻറ്റ് സ്ട്രിപ്സ് ഇൻ എക്സ് ഡയറക്ഷൻ. ഫോർ കൺവീനിയൻറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലായിരിക്കും. റാഫ്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി റാഫ്റ്റിന് കൺവീനിയൻറ്റ് സ്ട്രിപ്പായിട്ട് നമ്മൾ മുറിക്കും. എന്നിട്ട് ഈച്ച് സ്ട്രിപ്പിനെ അനലൈസ് ചെയ്യും. ഈ സ്ട്രിപ്പിനെ അനലൈസ് ചെയ്യും ആസ് ബീം ഓൺ ഇലാസ്റ്റിക് ഫൗണ്ടേഷനായിട്ട് നമ്മൾ എല്ലാ സ്ട്രിപ്പിനെയും അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്ട്രിപ്പിനെ ഡിസൈൻ ചെയ്യും. എന്നിട്ട് ചെക്ക് ഡെപ്ത് ഇൻ സ്റ്റെപ്പ് 1. അപ്പം പഞ്ചിങ് ഷെയറിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഡെപ്ത് ആയിട്ട് അതിനെ കമ്പയർ ചെയ്യും. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് തന്നെ വൈ ഡയറക്ഷനിലും റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 6 പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയ സ്റ്റീലിൽ റിക്വയർഡ് സ്റ്റെപ്പ് 2ലും ആൻഡ് 4ലും കിട്ടിയതിനെ കമ്പയർ ചെയ്യുക. സ്റ്റെപ്പ് 3ലും 5ലും കിട്ടിയ സ്റ്റീലിനെ കമ്പയർ ചെയ്യുക. ആൻഡ് അഡോപ്റ്റ് സ്യൂട്ടബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റീലിനെ അഡോപ്റ്റ് ചെയ്യുക. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ മിനിമം സ്റ്റീൽ. ഇൻ ജനറൽ നോട്ട് ലെസ് ദാൻ 0.5% സ്റ്റീൽ അറ്റ് ടോപ്പ് ആൻഡ് an equal amount of bottom is usually provided in both directions as explained. നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ ആണ്. ഇത് എലമെൻ്റൽ ഡിസൈൻ ഓഫ് റാഫ്റ്റ് ആണ്. Here design of raft 8 cm thick in clay soil. ഒരു clay soil പ്രൊവൈഡ് ചെയ്തേക്കുന്ന റാഫ്റ്റ് ഡിസൈനിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ 80 cm തിക്കാണ്. അതിൻ്റെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തായിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 3.3 മീറ്റർ വൈഡാണ്. അതിന് 22 മീറ്റർ ഇൻ ലെങ്ത് ആണ്. കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈക്വൽ ഇൻ സ്പേസിങ്ങിലായിരിക്കും. നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് കണ്ടീഷൻ അണ്ടർ വിച്ച് ദ സ്ട്രിപ്പ് ക്യാൻ ബി ഡിസൈൻഡ് ആസ് എ റിജിഡ് സ്ട്രിപ്പ് ആൻഡ് കണ്ടീഷൻ വെയർ ICI മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. പിന്നെ അലോവബിൾ നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2.4 times and 4 into നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. നെക്സ്റ്റ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷനെ കണ്ടുപിടിക്കുക. ദറ്റ് ഈസ് K ആണ്. അതിൽ QU എന്ന് പറഞ്ഞാൽ 2.4 into 50 ദാറ്റ് ഈസ് 120 kN/m². ആൻഡ് കെയുടെ ഇക്വേഷനാണ് 120 into QU ദാറ്റ് ഈസ് 120 into 50 = 6000 kN/m². ആൻഡ് I എന്ന് പറഞ്ഞാൽ BD³/12 ആണ്. അതിൻ്റെ വാല്യൂ 0.8 നമുക്ക് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലെങ്ത് കണ്ടുപിടിക്കുക സ്ട്രിപ്പിൻ്റെ.
അതിൽ നിന്ന് പറഞ്ഞാൽ 1 by lambda is equal to that LE is equal to 4EI by BK the whole raised to 1 by 4. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 4.8 മീറ്റർ എന്ന് കിട്ടും. നമ്മൾ കോളം സ്പേസിങ്ങിന് ഇവിടെ L ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് കണ്ടീഷൻ ഫോർ സ്റ്റെപ്പ് ടു ബി ക്ലാസിഫൈഡ് ആസ് റിജിഡ്. അതിനെ റിജിഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ള കണ്ടീഷനാണ്. അതെന്ന് പറഞ്ഞാൽ ലാംഡ എല്ലിൻ്റെ വാല്യൂ നോട്ട് ഗ്രേറ്റർ ദാൻ 1.75 ആയിരിക്കണം. അപ്പോൾ സ്പെസിഫിങ് ഓഫ് കോളം എൽ നോട്ട് ഗ്രേറ്റർ ദാൻ 1.75 LE ദാറ്റ് ഈസ് 8.4 മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ കണ്ടീഷൻസ് ഫോർ ACI മെത്തേഡ് ടു ബി യൂസ്ഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.75 LE ആൻഡ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3.5 LE ദാറ്റ് ഈസ് 16.8 meter. Spacing is not less than 8.4 meter and not more than 6.8 meter. Hence we can use ACI approximate method. If the mat is considered as flexible, we use Henty's curves. Next one, combined footing. These are the figures of rectangular combined footing and trapezoidal combined footing. Here combined footing എന്ന് പറഞ്ഞാൽ footing support a line of 2 or more column is called combined footing. ഒരു രണ്ടോ അതിലധികമോ കോളത്തിനെ ഒരു ഫൂട്ടിങ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിനാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. കമ്പൈൻഡ് ഫൂട്ടിംഗ് റെക്ടാങ്കുലർ ഷേപ്പിലും ഉണ്ട്, ട്രപ്പിസോയിഡൽ ഷേപ്പിലും ഉണ്ട്. ഇപ്പം when two column footing are connected by a narrow rigid beam is a cantilever or strap footing. ഒരു two column footingനെ ഒരു നാരോ റിജിഡ് ബീം ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കാൻഡിലിവർ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നു. Combined footing can be designed as a simple slab or as a slab with a longitudinal spine beam. നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ സ്ലാബ് ആയിട്ട് അല്ലെങ്കിൽ സ്ലാബ് വിത്ത് എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പൈൻ ബീം ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. Uniform base pressure by making the center of gravity of the loads to coincide with the center of gravity of the loaded area. ലോഡ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡഡ് ഏരിയയും കൂടെ കോയിൻസൈഡ് ആയ സമയത്ത് നമ്മൾ യൂണിഫോം ബേസ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുന്നത്. യൂണിഫോം ബേസ് പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ലേഔട്ട് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇതൊരു ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങിൻ്റെ ലേഔട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ രണ്ട് കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ 180 കിലോ ന്യൂട്ടൺ ലോഡും രണ്ടാമത്തെ കോളത്തിൽ 360 കിലോ ന്യൂട്ടൺ ലോഡും ആണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും 2.1 മീറ്റർ, രണ്ട് കോളവും 2.1 മീറ്റർ അകലത്തിലാണ് സ്പേസ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും ഇതിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് വെച്ച് നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ ലേഔട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നാണ് ഫൂട്ടിങ്ങിൻ്റെ. കോളത്തിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2.1 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അലോ 0.6 മീറ്റർ ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്മാൾ ലീറ്റർ ആൻഡ് 0.9 മീറ്റർ ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലാർജർ ലോഡ്. സ്മോളർ ലോഡിൽ നിന്നൊരു സ്മോളർ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നൊരു 0.6 മീറ്ററും ലാർജർ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് 0.9 മീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 2.1 + 0.6 + 0.9 = 3.6 മീറ്റർ. നെക്സ്റ്റ് ആണ് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ലോഡ് ബൈ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 180 + 360 ദാറ്റ് ഈസ് 540 ഡിവൈഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ദാറ്റ് ഈസ് 100. വി ഗെറ്റ് ഏരിയ = 5.4 മീറ്റർ സ്ക്വയർ. അടുത്ത പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ലാർജർ ലോഡാണ് അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകണം. അതിന് നമ്മൾ 360 കിലോ ന്യൂട്ടൺ എബൌട്ട് ആയിട്ട് മൊമെൻ്റ് എടുക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് ഇൻറ്റു എക്സ് ഈക്വൽ ടു സ്മോളർ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 360 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് 360 + 180 ഇൻറ്റു എക്സ് പ്ലസ് x is equal to 180 into 2.1 that will give same value of x. X is equal to 0.7 meter from 360 kilonewton.
ഇതിൽ നിന്ന് നമുക്ക് x2 ഡിസ്റ്റൻസ് ഫ്രം B2 കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് സൈഡ് ഓഫ് ലാർജർ ലോഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് x2 is equal to x plus 0.9, ദാറ്റ് ഈസ് 0.7 plus 0.9 is equal to 1.6 meter. അപ്പോൾ നമ്മൾ ട്രപ്പീസോയിഡിൻ്റെ രണ്ട് സൈഡ്സ് B1 ആൻഡ് B2 ആണ് കണ്ടുപിടിക്കാൻ പോകണം. ഇതിൽ നമ്മൾ ഏരിയ ഓഫ് ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞാൽ L/2 ഇൻറ്റു B1 പ്ലസ് B2 എന്നാണ്. അതിൽ നിന്ന് നമുക്ക് B1 പ്ലസ് B2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് B1 പ്ലസ് B2 ഈസ് ഈക്വൽ ടു 2A/L, ദാറ്റ് ഈസ് 2 ഇൻറ്റു 5.4 ഡിവൈഡഡ് ബൈ 3.6, ദാറ്റ് ഈസ് 3 മീറ്റർ. x2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. x2 ഈസ് ഈക്വൽ ടു 2B1 പ്ലസ് B2 ഡിവൈഡഡ് ബൈ B1 പ്ലസ് B2 ഇൻറ്റു ദ ഹോൾ ഇൻറ്റു 1.2 ആണ്. x2 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം B2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് B1ൻ്റെയും B2ൻ്റെയും വാല്യൂ കിട്ടും. B1 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആൻഡ് B2 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. അപ്പോൾ ഫൈനൽ ഡയമെൻഷൻ ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ ട്രപ്പിസോയിഡൽ ഫൂട്ടിങ് B1 എന്ന് പറഞ്ഞാൽ 1 മീറ്ററും B2 എന്ന് പറഞ്ഞാൽ 2 മീറ്ററും ടോട്ടൽ ലെങ്ത് 3.6 മീറ്ററും ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ് ആൻഡ് ദാറ്റ് ഓഫ് ഏരിയ ആർ കോൺസ്റ്റന്റ് ടു ഗിവ് ദി യൂണിഫോം പ്രഷർ. Thank you.